കൊച്ചി സ്വദേശിനിയെ 25-കാരിയെ സുഹൃത്ത് കെട്ടിയിട്ട് ബലാത്കാരം ചെയ്തുവെന്ന് പരാതി ഉയരുന്നു. ദുബായിൽ വെച്ചാണ് ബിസിനസ് ആവശ്യത്തിനായി വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നാണ് ആരോപണം. 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെന്നും വഴങ്ങാതെ വന്നതോടെ ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിത 24-നോട്. നാദാപുരം സ്വദേശിയായ പ്രതി ഇപ്പോൾ വിദേശത്താണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഞാൻ ദുബായിൽ വെച്ച് ഒരു പിക്കിൾസിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി എന്നെ അജ്മാനിലേക്ക് വിളിച്ചു വരുത്തി എന്നെ റൂമിൽ എത്തിക്കുകയും അവിടെ എത്തിയപ്പോൾ സാമ്പിൾസ് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ സാമ്പിൾസ് ഒന്നുമില്ലെന്നും എന്നോട് സെക്ഷുവലി സഹകരിക്കണമെന്നും പറഞ്ഞു. ഞാൻ അത് ഡിനേ ചെയ്തപ്പോൾ എന്നെ വളരെ ബ്രൂട്ടലായിട്ട് എൻ്റെ കൈയൊക്കെ കെട്ടിയിട്ട് എൻ്റെ വായിൽ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് വളരെ ബ്രൂട്ടലായിട്ടാണ് എന്നെ റൂമിൽ വെച്ച് റേപ്പ് ചെയ്തത്. അതിനുശേഷം 5-6 മണിക്കൂറോളം ആ റൂമിൽ എന്നെ പൂട്ടിയിടുണ്ടായി. ഞാനിതായിട്ട് ലീഗലി പോകുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ത്രെട്ടൻ ചെയ്തു. ഇതായിട്ട് നിയമപരമായിട്ട് പോയാൽ ഇവിടെ കേസിൽ ഞാനിവിടെ എനിക്ക് അത്യാവശ്യം സ്വാധീനമുള്ളതാണെന്നും ഇവിടെ കേസായിട്ട് പോയാൽ ഞാൻ നിന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് പിന്നെ നിനക്കൊരിക്കലും നാട് കാണാൻ പറ്റാത്ത അവസ്ഥ ആക്കുമെന്നും പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തി പേടിച്ചിട്ട് ഒരു മാസത്തോളം വല്ലാത്ത ഡിപ്രഷൻ സ്റ്റേറ്റിലായിരുന്നു ഞാൻ. വിശദാംശങ്ങൾ അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നൽകും. അഭിജിത്ത് പറയൂ. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ മാസം 4-നാണ്. ദുബായിൽ താമസിച്ചു വരികയായിരുന്നു ഈ പരാതിക്കാരി. ഇതിനിടയിലാണ് ഈ പരാതിക്കാരിയുടെ അനുജത്തിയുടെ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ പ്രതി ബിസിനസ് ചർച്ച ചെയ്യാമെന്നുള്ളൊരു ആവശ്യം ഈ പരാതിക്കാരിയുടെ മുന്നിലേക്ക് വെക്കുന്നത്. തുടർന്ന് അവിടെയുള്ള ഒരു ഹോട്ടലിലേക്ക് ഈ പരാതിക്കാരിയെ വിളിച്ചു വരുത്തുകയും ചെയ്തു. പിന്നീട് ഈ ഹോട്ടൽ റൂമിനകത്ത് വെച്ച് അതിക്രൂരമായ രീതിയിൽ പ്രതി പരാതിക്കാരിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആരോപണം. വളരെ കെട്ടിയിട്ട് വളരെ മൃഗീയമായ രീതിയിൽ കെട്ടിയിട്ട് മണിക്കൂറുകളോളം പീഡനത്തിനിരയാക്കി. പിറ്റേന്ന് രാവിലെ വരെ ഈ പീഡനം തുടർന്നു എന്നുള്ളതാണ് ഈ പരാതിക്കാരി പറയുന്നത്. അതിനുശേഷം ഇവർ ഏതാണ്ട് ഒരു മാസത്തോളം ഇവർ വളരെ ഡിപ്രഷൻ അവസ്ഥയിലായിരുന്നു. അതിനാലാണ് ഇക്കാര്യം ആദ്യഘട്ടത്തിൽ പുറത്തു പറയാതിരുന്നത് എന്നും പരാതിക്കാരി പറയുന്നുണ്ട്. തുടർന്ന് നാട്ടിലേക്ക് എത്തിയ ശേഷം സുഹൃത്തുക്കളുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് നാദാപുരം പോലീസിലെത്തി ഒരു പരാതി പറയുന്നത് ഈ യുവതി. അതിനുശേഷം ആദ്യഘട്ടത്തിൽ പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നും യുവതി ആരോപിക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് ദുബായിലാണ്. അതിനാൽ തന്നെ ഇവിടെ കേസെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യഘട്ടത്തിലെ നിലപാട്. പിന്നീട് യുവതി നിരന്തരം പോലീസിനെ കണ്ടതിന്റെ പ്രകാരമാണ് ഈ നാദാപുരം സ്വദേശിയായ പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തത് എന്നും യുവതി പറയുന്നുണ്ട്. നിലവിൽ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്നത് ഈ ആരോപണ വിധേയനായ ഈ പ്രതി നിലവിൽ അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നാദാപുരം തൂണേരി സ്വദേശി അഹമ്മദ് അബ്ദുള്ള എന്നാണ് ഇയാളുടെ പേര്. നിലവിൽ ഇയാൾ നാദാപുരത്താണ് എന്നുള്ളതാണ്. ഏതായാലും ഈ മറ്റ് രീതിയിലുള്ള ഭീഷണികൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഈ യുവതി പറയുന്നത്. 25 ലക്ഷം രൂപ തരാം, അങ്ങനെയാണെങ്കിൽ ഈ പരാതിയിൽ നിന്ന് പിന്മാറണം തുടങ്ങിയ ഓഫറുകൾ ഈ പ്രതിയുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് വെക്കുന്നു എന്നും യുവതി പറയുന്നു. കൂടാതെ ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യത്തിൽ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുവെന്നും യുവതി പറയുന്നുണ്ട്. ഏതായാലും ഇയാൾക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്.